ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പച്ചരി കൊണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും. അറിയാവോ? എത്ര പേർക്ക് അറിയാം? അറിയില്ലെങ്കിൽ ഓടി വാ, ഞാൻ കാണിച്ചു തരാം. നോക്കാം. തക്കാളി ചോറ് ഉണ്ടാക്കല്ലോ എങ്ങനെ നോക്കിയാലോ മക്കളെ. നമുക്ക് ഇത് പച്ചരിയാണ് കേട്ടോ. നല്ല റേഷൻ കടയിൽ നിന്ന് കിട്ടിയ നല്ല പച്ചരിയാണ്. ഇത് വെച്ചിട്ട് നമുക്ക് തക്കാളി ചോറ് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം ഇതൊന്ന് കഴുകിയിട്ട് ഊറ്റി വയ്ക്കട്ടെ കേട്ടോ. കുതിർത്തൊന്നും വേണ്ട, കഴുകി ഊറ്റി വെച്ചാൽ മതി. അപ്പോൾ പച്ചരി ഇവിടെ കഴുകി കുതിരാൻ വെച്ചിട്ടുണ്ട്. കഴുകിയിട്ട് ഊറ്റി അപ്പം തന്നെ എടുക്കാം കേട്ടോ. പിന്നെ പച്ചരി അല്ല, അതിൽ ഓരോ പൊട്ടരിയും കുറിഞ്ചാത്തനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കളഞ്ഞ് ഞാൻ കഴുകി അപ്പം തന്നെ കഴുകി 3-4 പ്രാവശ്യം കഴുകിയിട്ട് ഊറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ തക്കാളിയും സവോളയൊക്കെ വഴറ്റുന്ന സമയം കൊണ്ട് ഇത് കുതിർന്ന് വരും. അത്ര കുതിർച്ച മതി കേട്ടോ. ബിരിയാണി അരിയുടെ അത്ര വേണ്ട. ഒരു സവോളയുടെ പകുതി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, ഒരു പച്ചമുളകിൻ്റെ പകുതി എടുത്ത് ചതച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങ നീരാണ്. പിന്നെ വേണമെങ്കിൽ നെയ്യ് കുറച്ചുണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഏലക്കായ, കറാമ്പൂവ്, പട്ട അതൊക്കെ പൊടിച്ചതുമുണ്ട് പൊടിക്കാത്തതുമുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഇത്രയും ആവശ്യമുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക, ഈ ഗ്ലാസ്സിന് ഒരു 1.5 ഗ്ലാസ്സോളം അരി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് നമുക്കൊരു 3 ഗ്ലാസ് വെള്ളം എന്താ പറയുക ചൂടാക്കാൻ തിളപ്പിക്കാൻ വയ്ക്കാം. ഇതുണ്ടോ, ഈ ഗ്ലാസ്സിനാണ് ഞാൻ എടുത്തിട്ട്. ഏത് പാത്രത്തിനാണ് എടുത്ത് അതിൻ്റെ ഇരട്ടി. അപ്പോൾ ഞാൻ 1.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 3 ഗ്ലാസ് വെള്ളം കൂടി എടുക്കുന്നുണ്ട്. 3 ഗ്ലാസ് വെള്ളം ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് ഒന്ന് കത്തിച്ചിട്ട് ചൂടാക്കല്ല, തിളപ്പിക്കണം. കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി കുക്കർ വെച്ചിട്ട് നമുക്ക് തക്കാളി, ഉള്ളി ഒക്കെ വഴറ്റാം. തക്കാളി വഴറ്റണമെന്നില്ല കേട്ടോ, ബാക്കിയുള്ളതൊക്കെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പം നമ്മളിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ നമുക്ക് കുറച്ച് ലാസ്റ്റ് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇത് വഴറ്റിയെടുക്കാനുള്ള വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. പട്ടയും ഗ്രാമ്പൂ, ഏലക്ക ഒക്കെ ഉള്ളത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി പൊട്ടി വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ സവാള ഇട്ട് കൊടുത്തു. ഇനി സവാള ഒന്ന് വഴറ്റട്ടെ. നല്ലോണം മൂത്ത് വരുമൊന്നും വേണ്ട, ഒരു ഉള്ളിയുടെ ഒരു ചുവ മാറിയാൽ മതി. ഇപ്പോൾ സവാള ഒരു നേരിയ മൂപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടാം. ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് ചെറുതായി ഒന്ന് മൂത്ത് വരട്ടെ. ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. തക്കാളി വെന്തിട്ടാണ് ചേരേണ്ടത്. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുമ്പോൾ അങ്ങനെയാണ് ചേരേണ്ടത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് എണ്ണയിലൊന്ന് വഴറ്റാന്ന് മാത്രം. ഇനി നമുക്കിതിൽ ചേർക്കേണ്ടത് അരി. തക്കാളി ഒന്ന് ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് അരിയിട്ട് കൊടുത്തു. ഇനി നമുക്കതിലേക്ക് കുറച്ച് നെയ്യ്, അധികം വേണ്ട, കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു. അപ്പോൾ അരി ഒന്ന് വഴറ്റിയെടുക്കട്ടെ. ഈ സമയത്ത് നമുക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വഴറ്റിയിട്ട് അരിനൊന്ന് ആ നെയ്യിലും എണ്ണയിലും കൂടി ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് എണ്ണയിൽ കിടന്നിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട് അരി. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഇതാ ചൂടായി കിടക്കുന്നുണ്ട്. ഈ വെള്ളം എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഉപ്പും കൂടി ചേർക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നാരങ്ങ നീരും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കിയിട്ട് ഉപ്പുണ്ടോ നോക്കിയിട്ട് അടച്ചിട്ട് ഒരു വിസിൽ ആവുന്നവരെ കാത്തിരിക്കാം. ഓക്കേ.
അപ്പോൾ ഉപ്പൊക്കെ റെഡിയാക്കി ഞാനൊരു മല്ലിത്തണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മല്ലിച്ചപ്പിൻ്റെ തണ്ടും കൂടി. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഒരു വിസിൽ, ഒറ്റ വിസിൽ പച്ചരിക്ക്. അപ്പം നമ്മുടെ തക്കാളി ചോറ് റെഡി. ഒരു വിസിലടിച്ച് ആവി കളഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ആവി കളഞ്ഞെടുത്തതാണ്. അപ്പോൾ കണ്ടോ, ഒരു വറ്റിനോട് ഒത്തി പിടിച്ചിട്ടില്ല. പച്ചരി കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയുമോ. അപ്പോൾ ചേട്ടൻ അതിലേക്ക് സൈഡായിട്ട് ചിക്കൻ ചുക്ക കൊടുന്നായിരുന്നു. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് സാലഡും അച്ചാറും പുളിയിഞ്ചിയൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു പിടി പിടിക്കുകയാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ബിരിയാണി അരി കൊണ്ട് മാത്രമല്ല, പച്ചരി കൊണ്ടും ഉണ്ടാക്കാം ബിരിയാണി. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ബൈ, താങ്ക് യു.